ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ചീയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വരൂ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോ നമ്മള് രാത്രിക്ക് വന്നിട്ട് നമ്മള് ഒരു നാഴി പച്ചരി വെള്ളത്തിനകത്തിട്ട് നല്ലോണം വൃത്തിയായി കഴുകി കുതിരാനിട്ടതാണ്. അപ്പൊ ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ അരിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പൊ അരി കഴുകി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അരക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഒരു അപ്പത്തിന്റെ ഒക്കെ ഒരു പരുവത്തിലല്ല, കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പം ഏകദേശം അരഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിന്റെ പരുവം, നോക്കിക്കേ. ഇതാണ് അതിന്റെ പരുവം. അപ്പൊ ആവശ്യത്തിന് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ലൂസായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. തേങ്ങയും അരിയും മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ. ഇതിന്റെ കൂടെ ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ഞെരിടുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് ഞെരിടി നമുക്കിത് ഈ അപ്പത്തിനൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ നമുക്ക് വെക്കേണ്ട കാര്യമില്ല. ഇത് നല്ലവണ്ണം തേങ്ങ ഒന്ന് ഞെരിടി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി അന്നേരം തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മൾ അരച്ചിട്ടെടുത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. അന്നേരം തന്നെ ഉണ്ടാക്കാം. ഇതാണ് അതിന്റെ ഒരുപാട് കട്ടിക്കല്ല കേട്ടോ. നമുക്ക് ഇനി ചീയപ്പം ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഉടനെ തന്നെ കലക്കിയിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കുവാണ്. ഇപ്പൊ നമ്മുടെ ദോശക്കല്ല് നല്ലോണം ചൂടായി കിടക്കുവാണ്. എന്നിട്ട് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ചീയപ്പം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ. കട്ടി കുറച്ച് കൂടുതലാണ്. കുറച്ചും കൂടെ നമുക്ക് ലൂസ് ആക്കാവേ. ചീമ ഉണ്ടാക്കിയത് ഇത്തിരി കട്ടി കൂടുതലായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ചും കൂടെ ഞാൻ ലൂസ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ചീയപ്പം എന്ന് പറയുന്നത്. ഈ സൗണ്ട് കണ്ടോ? ഈ സൗണ്ട് കാരണം കൊണ്ട് നമ്മൾ ചീയപ്പം എന്നൊക്കെ പറയുന്നതിന് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്ന കേട്ടോ. പറഞ്ഞു തന്നിരിക്കുന്ന അതാണ്. ഇതടച്ചു വെക്കാം. ഇപ്പൊ ലൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പലയിടത്തും പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ പേര് ഒന്ന് നീർദോശ എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ ചീയപ്പം എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഇതങ്ങ് തിന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മള് മൂന്നാമത്തതും ഉണ്ടാക്കി. നമ്മള് ചീയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചീയപ്പം, നീർദോശ എന്നൊക്കെ എല്ലാരും പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ തേങ്ങയും ഉപ്പും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഭാര ടേസ്റ്റ് ആട്ടോ. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടി നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്ക് കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. ഇതുപോലെ തേങ്ങയൊക്കെ ഒരുപാട് ആഡ് ചെയ്തത് കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിച്ചു കാണിക്കാം കേട്ടോ.
ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ തിന്ന് അതിന്റെ ടേസ്റ്റ് നോക്കിയെങ്കിലേ മറ്റുള്ളവരോട് പറയാൻ കഴിയുള്ളൂ. ഒരു കറിയും വേണ്ട, കറിയൊന്നും ഇല്ലാണ്ട് സാധാരണ വെറുതെ കഴിക്കാം കേട്ടോ. കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. എനിക്ക് കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപാര ടേസ്റ്റ് ആവട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആണ്. അപ്പം അതിന്റെ കൂടെ നല്ല ചൂട് കടുംചായ. ആഹാ, സൂപ്പറാ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം സമയം വേണ്ട. അരി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം കുറച്ച് തേങ്ങ ഇട്ട് നല്ലോണം അരച്ച് കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുക. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.